ദേ പച്ചമുളക്. അയ്യോ പച്ചമുളക് എന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ നമുക്ക് പച്ചമുളകിനെ പേടിയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. പച്ചമുളക് ഇഷ്യോ പറ്റില്ല, ഭയങ്കര എരിവാണ്. പക്ഷേ തൈരും ചോറും ദേ ഈ ഇടയ്ക്ക് കാണുന്ന സംഭവം കണ്ടോ, ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഈ റെസിപ്പി ഞാനിവിടെ കർണാടകയിൽ വന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചതാണ്. അന്യായ ടേസ്റ്റാണ്, ഒന്നും പറയാൻ വഴിയില്ല. പക്ഷേ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണോ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഇത് നമുക്ക് കുറച്ച് നാൾ റെഡിയാക്കി കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ അതിനായിട്ട് വേണ്ടത് പച്ചമുളകാണ്. ഈശ്വര, ഇത്രയും പച്ചമുളക് കഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കില്ലേ? അതുപോലെ ഇത്രയും എരിവുള്ള പച്ചമുളക്, ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവ് ഒരുപാടുള്ള പച്ചമുളക് വേണ്ടാത്തവർക്ക് എരിവ് കുറഞ്ഞ പച്ചമുളകും എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരൊറ്റ ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ വേറൊന്നും വേണ്ട, അത്രയും ടേസ്റ്റിയാണ്. ആദ്യം നമുക്ക് പച്ചമുളക് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷം വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യേണ്ടത്. ഇനി വേണ്ടത് ഉഴുന്നാണ്. ഈ ഉഴുന്നില്ലാത്ത വീടില്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉഴുന്നുണ്ട്, ഈ പച്ചമുളകും ഉണ്ടാവും. അപ്പോൾ ഈ പച്ചമുളക് ഉഴുന്നും കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചുകൂടാ? ശരിക്കും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾക്ക് എരിവ് എങ്ങനെ കിട്ടിയാലും കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ആ എരിവിനെ വേറൊരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞ് എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ അതിനായിട്ട് ഉഴുന്ന് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വെക്കണം. ഒരുപാടൊന്നും കുതിർന്ന് പോകണ്ട, ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. പിന്നെ വേണ്ടത് പുളിയാണ്. അപ്പോൾ പച്ചമുളകും പുളിയും എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലല്ലേ, നമ്മൾ മറ്റേ കപ്പയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് ഉള്ളിയും മുളകും പുളിയൊക്കെ ചേർത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാവും എന്നൊക്കെ തോന്നും. അപ്പോൾ അത് തന്നെ നമ്മുടെ ഈ ഒരു പുളി എന്തിനാ ചേർക്കുന്നതെന്ന് വെച്ചാൽ എരിവ് കുറച്ചൊന്ന് ബാലൻസ് ആവാനും ടേസ്റ്റ് ഒന്ന് കൂടാനും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ഒരു 1/4 മണിക്കൂർ മതി കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ ചേർത്തു? പച്ചമുളക്, പുളി, ഉപ്പ്, പിന്നെ വേണ്ടത് ഉഴുന്ന്. ഈ ഉഴുന്ന് ഇങ്ങനെ പച്ചയ്ക്ക് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പച്ചമുളക് ഇങ്ങനെ പച്ചയ്ക്ക് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പുളിയുടെ കൂടെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു പിടുത്തവും ഇല്ല അല്ലേ? പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും, ഇത്രയും എളുപ്പമായിരുന്നു അല്ലേ, ഇതൊക്കെ നേരത്തെ തയ്യാറാക്കാമായിരുന്നു എന്ന് ഞാനും വിചാരിച്ചു. ഇത് നമ്മൾ ചിലപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ, ഇവിടെ തന്നെ കർണാടകയിൽ ഊണ് കഴിക്കുന്ന സമയത്ത് ഒരു പൊടി തരും കേട്ടോ. കർണാടകയിലല്ല, അത് ആന്ധ്ര ഹോട്ടലിലാണ് മിക്കവാറും, ആന്ധ്ര ഫുഡിൻ്റെ കൂടെയാണ്. ആ പൊടിയുടെ ടേസ്റ്റ്, ആ പൊടി ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. അതുപോലെ ചില ഐറ്റംസൊക്കെ വളരെ സിമ്പിളാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ച് പാകത്തിനാക്കി എടുക്കാം. അരയ്ക്കുമ്പോൾ ഇതുമാതിരി വേണം അരയാൻ. അതായത് ഒരുപാടങ്ങ് പേസ്റ്റ് അല്ല ആവേണ്ടത്, പക്ഷേ എല്ലാം അരഞ്ഞിട്ടുണ്ടാവണം. പുളി അരഞ്ഞിട്ടുണ്ട്, ഉപ്പ് അരഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉഴുന്ന് അവിടെ കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ പച്ചമുളക് ഒരു 1/4 ഭാഗം അരഞ്ഞിട്ടുണ്ട്, അത് മതി, അത്രേ അരയാൻ പാടുള്ളൂ. ഇനി വേണ്ടത് നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇത് വേറെ സ്റ്റേറ്റിലാവുമ്പോൾ അവർ വേറെ ഓയിലായിരിക്കും ഉപയോഗിക്കുക, നല്ലെണ്ണയല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഓയിലായിരിക്കും യൂസ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലെണ്ണയിൽ സൂപ്പർ ടേസ്റ്റാണ്. ഒട്ടുമൊക്കെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന അച്ചാറായാലും അങ്ങനത്തെ ഒക്കെ നമുക്കിഷ്ടം നല്ലെണ്ണ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നല്ലെണ്ണ എടുത്തിട്ടുള്ളത്. നല്ലെണ്ണയിൽ ഇത് മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ട്, എന്ത് രസമെന്നറിയോ. അപ്പോൾ നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു, കടുക് പൊട്ടിച്ചു. ഇനി നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മിക്സ് എന്താ ഇതുപോലെ ചേർത്തിട്ടുണ്ട്. ഇനി പണിയുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ടേ, ഇന്ന് പണിയെടുത്താൽ മതി, ഇത് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊരു സൈഡ് ഡിഷും കൂടെ ആക്കി കഴിഞ്ഞാൽ ശരിക്കും വേഗം പണി കഴിയും കേട്ടോ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്നൊരു ദിവസം പണിയെടുത്താൽ എന്താ. അപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇവനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതായത് നമ്മുടെ പച്ചമുളകിൻ്റെ പച്ചമണം ഫുള്ളായിട്ട് മാറണം. അതുപോലെ ഉഴുന്ന് പച്ചക്കായിട്ടിട്ടുള്ളത്, ഉഴുന്ന് പച്ചക്കെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നമ്മൾ പൊതുവെ ഉഴുന്ന് അങ്ങനെ പച്ചയ്ക്ക്, ഇവിടെ കർണാടകയിലൊക്കെ ഉഴുന്ന് പച്ചയ്ക്ക് വെച്ചിട്ട് ഒരു എന്താ പറയുക, തോരൻ പോലത്തെ ഒരു സംഭവമൊക്കെ കല്യാണ വിഭവങ്ങളുടെ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ അതൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. അത് കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ. അതുപോലെ അല്ലല്ലോ നമ്മൾ, അല്ലാതെ നമുക്ക് കഴിച്ചിട്ടില്ലല്ലോ. അരി ഉഴുന്ന് മരച്ച് ഒക്കെ അല്ലേ നമ്മൾ കഴിക്കാറുള്ളൂ. അപ്പോൾ പച്ചമുളകിൻ്റെ പച്ചമണം മാറണം, ഉഴുന്ന് വേകണം, ഉഴുന്നിൻ്റെ പച്ചമണം മാറണം, ഒപ്പം പുളി റെഡിയായി കിട്ടണം. അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് എല്ലാം ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായി വന്നിട്ട് ഈ താഴെയുള്ള നല്ലെണ്ണയില്ലേ, ഈ അടിഭാഗത്ത് കിടക്കുന്ന നല്ലെണ്ണ കറക്റ്റായിട്ട് ഇത് എല്ലാം ഇതിൽ പിടിച്ച് അത് മേലോട്ടാവണം. അതായത് എണ്ണ തെളിഞ്ഞു വരണം. ഇതെല്ലാം ഇപ്പോൾ ഈ ഒട്ടിപ്പിടിക്കുന്ന പാകമൊക്കെ മാറിയിട്ട് ഒട്ടലൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഇളകി കിട്ടണം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വീണ്ടും ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതൊരൊറ്റ പണി മാത്രമേ ഉള്ളൂ. ഇത് കുറേ സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്തിട്ട്. നമ്മുടെ പച്ചമുളക് വേഗം എത്ര സമയം വേണം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ പുളി ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്നില്ലേ, ഈ പുളി ഒക്കെ കറക്റ്റ് പാകത്തിന്, പുളി കറക്റ്റായിട്ട് തന്നെ എടുക്കുക. അതായത് നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എരിവൊന്ന് കുറയ്ക്കുന്നതും പുളിയുടെ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് പുളിയെ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കുക. കളറ് മാറി തുടങ്ങി, ആ ഒരു
നല്ലൊരു പച്ച പോലത്തെ കളറില്ലേ, അത് കുറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മഞ്ഞ കളർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും മാറി കുറച്ചുകൂടെ ഒരു ഡാർക്ക് ആവണം. അപ്പോൾ അതാ കുറച്ചുകൂടെ നമുക്ക് ആ ഒട്ടിപ്പിടിക്കൽ കുറഞ്ഞിട്ടുണ്ട്. എണ്ണ ഒന്നും കാണാനില്ല, എണ്ണയൊക്കെ ഇതിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അതിലോട്ടായിട്ടുണ്ട്. ആ ഉഴുന്ന് മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ട്. കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഉഴുന്ന് ഇങ്ങനെ ഇതിലേ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ട്. ഇനി പച്ചമുളക് മൂത്തതിൻ്റെ മണമാണെന്ന് അറിയില്ല. എന്തായാലും നല്ല രസമുള്ളൊരു മണം വരുന്നു കേട്ടോ. ആ നല്ല രസമുള്ള മണവും ഒപ്പം പുളിയും, സത്യം പറഞ്ഞാൽ കൊതിയാവും, അമ്മാതിരി ഒരു മണം. എന്നിട്ട് ഇനി നമുക്ക് ഈ സംഭവം ഉണ്ടെങ്കിലേ കഞ്ഞി കുടിക്കാം. ചോറിൻ്റെ കൂടെ നമുക്കൊരു സൈഡ് ഡിഷ് ആക്കാം. പിന്നെ ദോശയുടെ ഒപ്പമോ അങ്ങനെ വല്ല എന്തിൻ്റെങ്കിലും ഒപ്പം കഴിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് എരിവുള്ള എന്തെങ്കിലും സൈഡ് ഡിഷ് വേണമെന്ന് തോന്നുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം. നമ്മുടെ കപ്പ പുഴുങ്ങൊക്കെ ചെയ്യില്ലേ, ആ സമയത്ത് കപ്പയുടെ ഒപ്പം ഇത് നല്ല സൂപ്പർ കോംബോ ആയിരിക്കും കേട്ടോ. ഈ പച്ചമുളകും ഇതൊക്കെ ആയത് കാരണം തന്നെ നല്ല രസമായിരിക്കും ഇത് കഴിക്കാൻ, അത് ഉറപ്പാണ്. അതിൻ്റെ അമ്മാതിരിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങുമ്പോഴോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കേർഡ് റൈസ് ആക്കണമെന്നില്ല, കുറച്ച് ചോറും തൈരും കൂടി ഇട്ടിട്ട് അതിനകത്ത് ഈ ഐറ്റം ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. അതിനൊന്ന് മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു 5-6 കറി അതിനകത്ത് ഒഴിച്ചതിൻ്റെ ഒരു ഫീലാണ് ഈ ഒരൊറ്റ ഐറ്റത്തിന്. അപ്പോൾ ഇതിന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇത് എന്താണെന്നറിയോ, പാകമായി കഴിയുമ്പോൾ ഇത് ഏകദേശം ഒരു തോരൻ്റെ മാതിരിയൊക്കെ ഇങ്ങനെ വിട്ട് വരും. കണ്ടോ, ഇതിങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാകത്തിന് വിട്ട് വരുമ്പോഴെന്നല്ല, കറക്റ്റ് പാകത്തിനായി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാകമെത്തുന്നത്. കണ്ടോ, എണ്ണ ഫുള്ളായിട്ട് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എണ്ണ ഇതിൽ നിന്ന് മുഴുവനായിട്ടും വിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ഒഴിച്ച കംപ്ലീറ്റ് എണ്ണയും ഇതിൽ നിന്ന് മാറിയ മാതിരി നമുക്ക് കാണുന്നുണ്ട്. അതായത് ഇത് ഏകദേശം പാകത്തിനായിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും ഇതിൻ്റെ ഉള്ളിൽ പിടിക്കില്ല. ആദ്യം നമ്മൾ കണ്ടല്ലോ എണ്ണ മുഴുവനായിട്ടും ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി. പക്ഷേ ഇത് അവസാന സ്റ്റേജ് ആകുമ്പോൾ എണ്ണ മുഴുവനായിട്ട് വീണ്ടും ആ പാത്രത്തിലോട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് മാത്രമായിട്ട് ഇതുപോലെ എടുക്കാം. ഇനി ചെയ്യേണ്ട പരിപാടി ഇതിനെ നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ഇത് കഴിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്നറിയോ, കുറച്ച് ചോറ്, എന്തെങ്കിലും ഒരു വൈറ്റ് റൈസ്, ഇത് സോനാ മസൂരിയുടെ റൈസാണേ, എന്തെങ്കിലും ഒരു റൈസ്, ഇപ്പോൾ നമ്മുടെ റെഡ് റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. സോനാ മസൂരി റൈസ് വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേവിക്കുക. അപ്പോൾ എന്താണെന്നറിയോ, ഇങ്ങനെ സ്മൂത്തായിട്ട് കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ വെന്ത ആ ഒരു ചോറിലേക്ക് നല്ല കട്ട തൈര് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചതിന് ശേഷം ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ വളരെ സോഫ്റ്റായിട്ട് വെന്തിട്ടുള്ള ചോറിൻ്റെ കൂടെ നല്ല തണുത്ത തൈര്, ഇവിടെ ഭയങ്കര തണുപ്പാണ്, തണുപ്പില്ലാത്ത സ്ഥലത്തുള്ളവർക്ക് തണുപ്പ് ഉള്ള തൈര് ഒക്കെ ഒഴിച്ചിട്ട് ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് ഉപ്പോ വേറൊന്നും ചേർക്കരുത്. കാരണം നമ്മുടെ ഈ ഒരു വിഭവത്തിനകത്ത് ആവശ്യത്തിന് ഉപ്പുണ്ട്, പുളിയുണ്ട്, മുളകുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത്രയും മതി ഒരു ബൗളിലേക്ക്, കാര്യം എരിവുണ്ടാവും. അപ്പോൾ ആ ഉഴുന്നിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം കേട്ടോ. ചിലർക്ക് നിറയെ കഴിക്കുന്നത് ഇഷ്ടമായിരിക്കും. ഇതാണ്ടല്ലേ, ഇങ്ങനെ എടുത്തൊന്ന് കഴിച്ചാണ്ടല്ലോ, ഓഹ് എൻ്റെ സാറേ എന്ന് പറയില്ലേ, അതുപോലെ ചുറ്റുവെള്ളമൊന്നും കാണാൻ പറ്റില്ല, അമ്മാതിരി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒറ്റത്തവണ ഒന്ന് പണിയെടുത്താൽ മാത്രം മതി. നമുക്ക് കുറച്ച് ദിവസം ഇതൊന്ന് സൂക്ഷിച്ച് വയ്ക്കാം. ഇതിനെ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. പുറത്ത് വെച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ പാകത്തിനുള്ള ഈ ഒരു ഐറ്റം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല, അത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ളൊരു വിഭവമാണ് റെഡി ആയിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക. പച്ചമുളകുണ്ട്, ഉഴുന്നുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, പിന്നെന്താ.